ഹലോ, ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ചാർട്ട് പേപ്പർ മതി, അതായത് കുറച്ച് കട്ടിയുള്ള പേപ്പർ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ ചാർട്ട് പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോട്ട്ബുക്കിലെ പേപ്പർ ഇതുപോലെ 2 ഇതുപോലെ ഒരുമിച്ച് ഒട്ടിച്ച് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഒരേ അളവിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 21x21 മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്യാം. അതുപോലെ ആവണമെന്നില്ല, ലെങ്ത്തും വിഡ്ത്തും ഒരുപോലെ ആയാൽ മതി. ഈ ഒരു അളവിലാവുമ്പോഴാണ് കറക്റ്റ് ഒരു സൈസ് ഓക്കെ ആയി കിട്ടുക. ഇനി പേപ്പറിൻ്റെ ഏറ്റവും താഴെ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ മതിയാവും. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വീണ്ടും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ 1 സെൻറ്റിമീറ്റർ ഫോൾഡ് ചെയ്തില്ലേ, അതിന് മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് മുകളിലത്തെ പോർഷൻ അതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊരു പ്ലെയിൻ പേപ്പർ അല്ലേ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കണം. കാരണം നമ്മളൊരു ഗിഫ്റ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈൻ കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തത്. അതൊന്ന് കളർ ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡും ചെയ്ത് കൊടുക്കാം. 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇതുപോലെ വീണ്ടും താഴോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച് അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീണ്ടും ഫോൾഡ് ചെയ്യാം. അതിനുശേഷം 2 സൈഡൊന്നും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാം. വീണ്ടും ഫോൾഡ് ചെയ്യാം. ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് വലിയ പാടാന്നൊന്നും വിചാരിക്കേണ്ട, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ഓരോ കോർണേഴ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 4 കോർണേഴ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ 4 കോർണേഴ്സ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രധാനപ്പെട്ട പണികളൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നിവർത്തിയെടുക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നിവർത്തിയെടുക്കണം. ഫോൾഡ് ചെയ്തതൊക്കെ നമുക്ക് നിവർത്തിയെടുക്കണം. ഇതുപോലെ എടുക്കാം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉള്ളിലോട്ട് കൈയിട്ടിട്ട് അതൊന്ന് ഇങ്ങനെയാക്കി ഒരു സ്ക്വയർ, ഒരു ബോക്സ് പോലെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഫോൾഡറൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടും. അതിനുശേഷം എന്തെങ്കിലും എന്താ പറയുക, ഞാനിവിടെ ഒരു സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു റിബൺ എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തില്ലേ, അതിനോട് മാച്ച് ചെയ്യുന്നൊരു സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ കോർണേഴ്സ്, സൈഡിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഏകദേശം സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി മറ്റേ സൈഡ് കെട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള ഗിഫ്റ്റ് എന്തൊക്കെ റെഡി ആയിട്ടുണ്ടോ അത് അതിനുള്ളിലോട്ട് വെച്ചെടുക്കാം. ഞാനിവിടെ കുഞ്ഞു ടെഡീനെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞു കീ ചെയിനും കൂടെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും റൈറ്റിങ്സ് ഒക്കെ വെക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെക്കാം. ഒരു കുഞ്ഞു കീ ചെയിനും ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റേ സൈഡ് കൂടെ കെട്ടിക്കൊടുക്കാം. അടിപൊളി ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രണ്ട്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡേക്ക് ഒരു പെന്നും അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ടീച്ചർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ക്യൂട്ട് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.